ഇന്ന് നിങ്ങൾ വന്നിരിക്കുന്നത് സ്തോത്രം ദുഃഖത്തോടെയാണെങ്കിൽ നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്നത് വളരെ സന്തോഷം നിറഞ്ഞവരായിട്ടായിരിക്കും. ഇന്ന് രാത്രി സ്തോത്രം ഈ ഹിന്ദിക്കാരുടെ മധ്യത്തിൽ ഭയങ്കര ഉണർവ് നടക്കാൻ പോവുകയാണ്. നിങ്ങളെ ആ ദേശത്താക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു കൊടിയായിട്ടാണ്. നിങ്ങളോട് കൂടെ ദൈവം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുകയാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കാം. ഒരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-9 വാക്യങ്ങൾ. രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. 9-ാം വാക്യം. അപ്പോൾ മോശ ജോഷുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിന്റെ മുകളിൽ ദൈവത്തിന്റെ വടി പിടിച്ചു കൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. എന്നെ ഇത്തിരി കൺഫ്യൂസ് ചെയ്തൊരു വചനമാണത്. സ്തോത്രം. ഞാനൊരു കാര്യം പറഞ്ഞു. യുദ്ധം നടക്കുമ്പോൾ മോശ കുന്നിന്റെ മുകളിൽ ഇരുന്ന് നോക്കുക, ജോഷു യുദ്ധം ചെയ്യുക. ഇതെന്നാ പരിപാടിയാ? ഇതിന്റെ ആത്മീക അർത്ഥം ഞാൻ പഠിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സ്തോത്രം. ഈ അമാലേക്കിന്റെ അടുത്ത് അങ്ങോട്ട് യുദ്ധത്തിന് പോയതല്ല ഇസ്രായേലിനോട് ഇങ്ങോട്ട് അടിക്കു വന്നത് അമാലേക്ക്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. നിന്റെ അടുക്കൽ ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്ന എന്തിനേയും നേരിടുവാൻ നീ തയ്യാറായിക്കോണം. അത് കടഭാരമായിരിക്കാം, അത് ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം, അത് നിങ്ങളുടെ ദാരിദ്ര്യമായിരിക്കാം. ഏത് മേഖലയായാലും ഇങ്ങോട്ടേക്ക് വരുന്ന അമാലേക്കിനെ അങ്ങോട്ട് ചെന്ന് അടിക്കാൻ നീ തയ്യാറായിക്കോണം. ചിലർ പറയാറുണ്ട്, സ്തോത്രം, വർഷങ്ങളായി ഞാൻ ക്രിസ്ത്യാനിയാണ്, സ്നാനപ്പെട്ടതാണ്, ബൈബിൾ വായിക്കുന്നതാണ്, പക്ഷെ ജയമില്ലെന്ന് പറയുന്നവരുണ്ട്. അവരോട് ദൈവാത്മാവിൽ ഞാനൊരു പ്രവചനം പറയാം. ഇങ്ങോട്ട് വന്ന ശത്രുവിനെ വെറുതെ വിടരുത്. അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്യാൻ നീ അഭിഷേകം പ്രാപിച്ചോണം. മോശ പറഞ്ഞു ജോഷുവയോട്, സ്തോത്രം, നീ യുദ്ധം ചെയ്തോ, നീ അവരോട് പോരാടണം, പക്ഷെ ഞാൻ നിന്റെ കൂടെ വരത്തില്ല. നീ അറിയാത്തൊരു കാര്യം ചെയ്യാൻ ഞാൻ കുന്നിന്റെ മുകളിൽ കയറാൻ പോകുകയാ. കാരണം ജോഷുവയ്ക്ക് അറിയാത്തൊരു മർമ്മം മോശയ്ക്കറിയാം. എന്താണെന്നറിയാമോ? അവിടെ യുദ്ധം നടക്കുമ്പോൾ ഇത് വെറും യുദ്ധമല്ല. സ്തോത്രം. ഈ യുദ്ധത്തിൽ ജയിപ്പാൻ ഉന്നതത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായി. എന്ന് വെച്ചാൽ നീ ഒരു ജോലിക്ക് പോകുമ്പോൾ, നീ ഒരു ബിസിനസ് നടത്തുമ്പോൾ, നീ സുവിശേഷ വേല ചെയ്യുമ്പോൾ കുന്നിന്റെ മുകളിൽ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകണം. എന്ന് മാത്രമേ യുദ്ധത്തിൽ നിനക്ക് ജയിക്കാനൊക്കത്തുള്ളൂ. മോശ പറയുകയാണ്, എന്താ പറഞ്ഞെന്നറിയാമോ? കുന്നിന്റെ മുകളിൽ പോയി ഞാൻ കുറച്ച് ഉറങ്ങട്ടെ എന്നല്ല, കുന്നിന്റെ മുകളിൽ പോയി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്നല്ല. മോശ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ കുന്നിന്റെ മുകളിൽ ദൈവത്തിന്റെ വടി കൈ പിടിച്ചുകൊണ്ട് നിൽക്കും. സ്തോത്രം. യുദ്ധം തീരുന്നത് വരെ ദൈവത്തിന്റെ വടി കൈ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പോകുക. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ നിന്റെ വീട്ടിലെ മോശയാ. സ്തോത്രം. ശത്രു നിന്നെ തൊടാതിരിപ്പാൻ നിന്റെ കയ്യിൽ അധികാരത്തിന്റെ വടി ദൈവം ഏൽപ്പിക്കുകയെന്ന്. ചില ക്രിസ്ത്യാനികൾ പറയും, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ടെന്ന് പറയും. ചിലർ പറയാറുണ്ട്, എൻ്റെ കയ്യിൽ ധാരാളം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്ന് പറയും. എന്നാ മോശ പറഞ്ഞു, ജോഷുവേ, നീ പേടിക്കണ്ട. ഞാൻ കുന്നിന്റെ മുകളിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും, എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും, എൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ വടിയുള്ളിടത്തോളം കാലം നീ തോക്കത്തില്ല. നിന്നെ ജയിപ്പിപ്പാൻ ദൈവം ഇറങ്ങി വരാൻ പോകുക. അതുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനങ്ങൾ 23-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും നിന്റെ കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദൈവാത്മാവ് ഈ മീറ്റിംഗിൽ കടന്നു വന്നവരോട് പറയുക, നിന്നെ ദൈവം ആശ്വസിപ്പിക്കാൻ പോകുക. ദൈവത്തിന്റെ വടി ദൈവത്തിന്റെ ജനത്തിന്റെ മേൽ ശക്തിയോടെ ഇറങ്ങി വരാൻ പോകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നാൽ നീ പേടിക്കണ്ട കേട്ടോ. നിന്റെ ജീവിതത്തിൽ ഇരുട്ടുണ്ടായിരിക്കാം, നിന്റെ ജീവിതത്തിൽ രോഗത്തിന്റെ ശക്തി ഉണ്ടായിരിക്കാം, പക്ഷെ ഇന്നത്തെ മീറ്റിംഗിൽ ദൈവത്തിന്റെ വടി നിന്നെ ആശ്വസിപ്പിക്കാൻ പോകുക. ആത്മാവ് ചിലരോട് പറയുകയാണ്, ഇന്ന് നിന്റെ ലൈഫ് ഇരുട്ടായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നീ ഇരുട്ടിൽ നിന്ന് വെളിയിലോട്ട് വരാൻ പോകുന്നു. സഹോദരിയോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. രാത്രി നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ദൈവത്തിന്റെ ഒരു ഭയങ്കരമായിരിക്കുന്ന വെളിച്ചം ഞാൻ കാണുകയാ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളൊരു ബൈബിൾ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വെളിപ്പാട് ഞാൻ കാണുന്നു. നിങ്ങളുടെ കൂട്ടായ്മകളും നിങ്ങളുടെ കണക്ഷനുകളെല്ലാം മാറാൻ പോകുക.
ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, കൂരിരുൾ താഴ്വരകളെല്ലാം നിങ്ങൾ കടന്ന് നിങ്ങളുടെ ഫാമിലിയിൽ സ്തോത്രം നിങ്ങളൊരു വ്യത്യസ്തനായ വ്യക്തിയെ പോലെ, നിങ്ങളുടെ സഭയിൽ നിന്നൊക്കെയും യാത്ര ചെയ്യുന്ന വ്യക്തിയെ പോലെ ദൈവം മാറ്റാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുകയാണ്, ലൂസായി കിടക്കുന്ന സഭകളെ ടൈറ്റ് ചെയ്യാൻ പോകുക നിങ്ങൾ നിമിത്തം. സ്തോത്രം, അയഞ്ഞു കിടക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിന്റെ വചനവുമായി ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പുതിയൊരു ജോലി കയറി വരാൻ പോകുന്നു. പുതിയൊരു ഫിനാൻഷ്യൽ മേഖലയിൽ ജോലിയിൽ ചില പെർമനന്റ് എന്ന പോലെ ചില അത്ഭുതം നടക്കാൻ പോകുക. അപ്പൊ മോശ കുന്നിന്റെ മുകളിൽ വടിയും പിടിച്ചോണ്ട് നിൽക്കുക. ഈ നമുക്ക് ദൈവമക്കൾക്ക് യുദ്ധം ഇല്ലെന്ന് പറയുന്നത് കേട്ടോ, നമുക്ക് യുദ്ധമുണ്ട്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 2-ാം വാക്യത്തിലോട്ട് വന്ന 1 തെസ്സലോനിക്കർ 2:2 പറയുകയാണ്, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോരാട്ടമുണ്ട്, ഞങ്ങൾക്ക് അപമാനമുണ്ട്, ഞങ്ങൾക്ക് വെല്ലുവിളിയുണ്ട്, പക്ഷേ ഞങ്ങൾ യുദ്ധത്തിൽ ജയിച്ചിരിക്കും. ഇന്ന് രാത്രി കഷ്ടവും അപമാനത്തിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ? കഷ്ടവും അപമാനത്തിൽ കൂടെ നീ കടന്നു പോകുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, കഷ്ടവും അപമാനവും വന്നാലും ധൈര്യപ്പെട്ടോണം കേട്ടോ. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ അതിനെ പോരാടി ജയിക്കാൻ പോകുക. നിങ്ങൾ അപമാനിക്കുന്നവർ അപമാനിക്കപ്പെടാൻ പോകുന്നു. കല്ലുരുട്ടുന്നവന്റെ മുകളിൽ അത് തിരിഞ്ഞുരുളും എന്ന ബൈബിൾ പറയുന്നത്. നിങ്ങൾക്ക് പാര വെക്കുന്നവർ നിങ്ങളുടെ മുന്നേ വെച്ച് മാറിപ്പോകാൻ പോകുക. ഞാൻ സ്തോത്രം അപമാനത്തിൽ കൂടെ പോയിട്ടുണ്ട്, കഷ്ടതയിൽ കൂടെ പോയിട്ടുണ്ട്. പക്ഷെ ഞാനൊരു സാക്ഷ്യം നിങ്ങളോട് പറയും, ഇന്ന് ഞാൻ ഇരിക്കുന്നതുണ്ടല്ലോ എന്റെ അപമാനത്തെ മാറ്റുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാ. എന്ന് വെച്ചാൽ ഞാൻ അതിനെല്ലാം ഓവർകം ചെയ്തു. ഇന്ന് രാത്രി നീ എല്ലാത്തിനും ഓവർകം ചെയ്യാൻ പോവുക. നിന്റെ ജോലി സ്ഥലത്ത്, നീ പഠിക്കുന്നിടത്ത്, നിന്റെ എല്ലാ മേഖലയിൽ അപമാനമേറ്റെങ്കിൽ നിനക്ക് ബഹുമാനം കടന്നു വരാൻ പോകുന്നു. വ്യക്തിയോട് ദൈവത്തിന് ആത്മാവ് സംസാരിക്കുന്നു. ലൈഫിൽ ചില അപമാനങ്ങൾ മാറിപ്പോകാൻ പോവുക. നിങ്ങളുടെ കഷ്ടതകളെ നിങ്ങൾ ഓവർകം ചെയ്യാൻ പോകുന്നു. ദൈവാത്മാ പറഞ്ഞു, നിങ്ങൾ ഒരു ജയത്തിലോട്ട് തോറ്റുപോയെന്ന് പറയുന്നിടത്ത് നിങ്ങൾ സക്സസ് ആകാൻ പോവുക. സ്തോത്രം. ദൈവാത്മാ പറയുന്നു, നിങ്ങളെ ഫാമിലി ആയിട്ട് ദൈവം സ്തോത്രം ചില സ്ഥലങ്ങളിൽ പുതിയ ചില ഇടങ്ങളിൽ സെറ്റിൽ ചെയ്യാൻ പോകുക. ദൈവാത്മാ, നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ദൈവാത്മാ പറയുന്നു, നിങ്ങളെ ദൈവം പ്രമോഷനോടുകൂടെ ചില സ്ഥലങ്ങളിൽ ഉറപ്പിക്കാൻ പോവുക. നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ജോലി തന്നെ ഒരു മാറ്റം ഉണ്ടാകും. സ്തോത്രം. ചില സമയങ്ങൾ നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങളെ സ്തോത്രം മറ്റൊരു സ്ഥലത്തും മറ്റൊരു രാജ്യത്തും നിങ്ങളെ സെറ്റിലാക്കുന്നത് പോലെ ജോലി സംബന്ധമായ ഒരു മാന്യത വരാൻ പോകുക. ദൈവാത്മാവ് എന്നോട് UK എന്ന സ്ഥലം കാണിക്കുന്നു. UK ചില എക്സാമുകളെല്ലാം എഴുതി പാസ്സാകുന്നതായിട്ട് ഞാൻ കാണുന്നു. ആര് സ്തോത്രം നിങ്ങൾക്ക് ചില വ്യക്തികൾ മുഖേന ചില അടയാളങ്ങൾ കിട്ടാൻ പോകുക. നിങ്ങൾ സ്തോത്രം ആഗ്രഹിക്കാത്ത സ്ഥലങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ പോകുക. സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കഷ്ടം അപമാന യുദ്ധമൊക്കെ വന്നാ എന്താ ചെയ്യും? പിന്നെ ഞായറാഴ്ച പള്ളിയിലേ വരത്തില്ല. എന്നാൽ പൗലോസ് പറഞ്ഞു, എനിക്ക് എന്നെ വന്നാലും പ്രശ്നമില്ല, ഞാൻ എൻ്റെ ദൈവത്തിൽ ധൈര്യപ്പെടുന്നു. ഇന്ന് രാത്രി ചിലരോട് ദൈവം പറയുകയാണ്, നിന്റെ പ്രശ്നങ്ങൾക്കപ്പുറത്ത് നീ ദൈവത്തിൽ ധൈര്യപ്പെടണം കേട്ടോ. ഇന്ന് നിനക്ക് വീടില്ലായിരിക്കാം, പക്ഷേ നിനക്ക് സ്വന്തമായി വീട് തരുന്ന ദൈവത്തിൽ നീ ധൈര്യപ്പെടണം. ഇന്ന് നിനക്ക് ജോലിയില്ലായിരിക്കാം, പക്ഷേ ദൈവം നിനക്ക് ജോലി തരുമെന്ന് നീ ദൈവത്തിൽ ധൈര്യപ്പെടണം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 10-11 വായിച്ചാൽ, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 10-11 വായിച്ചാൽ, മോശ തന്നോട് പറഞ്ഞതുപോലെ ജോഷുവ ചെയ്തു, അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂറും കുന്നിന്റെ മുകളിൽ കയറി. ഇന്നത്തെ ജോഷുമാരെല്ലാം മോശ വലത്തോട്ട് പോകാൻ പറഞ്ഞ ഇടത്തോട്ട് പോകും. ജോഷുമാരൊക്കെ ഇന്നൊക്കെ യുദ്ധത്തിന് വിട്ടു കഴിഞ്ഞാൽ മോശയുടെ ആളുകളെ അടിച്ചോണ്ട് പോക്കളയും. എന്നാൽ ജോഷുവ പുതിയ മിനിസ്ട്രി ഒന്നും തുടങ്ങിയില്ല, മോശയുടെ കൂടെ തന്നെ ഒട്ടിച്ചേർന്ന് നിന്നു. മോശ മരിക്കുന്നതിന് മുന്നമേ സ്വന്തം മകനെ അധികാരം ഏൽപ്പിക്കാതെ ആത്മീക സന്തതിയായ ജോഷുവയ്ക്ക് അധികാരം കൈമാറിയിട്ടാ മോശ മരിക്കുന്നത്. ഇന്ന് രാത്രി ചില ജോഷുവമാർ എഴുന്നേക്കാൻ പോവുക. ഇന്ന് പൽക്കാലം മോശയുടെ ഹൃദയം അറിയുന്ന ജോഷുവമാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക. ദൈവം നിന്നെ വിളിച്ചെങ്കിൽ സ്തോത്രം, മോശയല്ല നിന്നെ അധികാരമേൽപ്പിക്കുന്നത്, സ്വർഗത്തിലെ ദൈവം നിന്നെ അധികാരമേൽപ്പിക്കാൻ പോവുക.
ഇന്ന് രാത്രി ദൈവാത്മാവ് അങ്ങനെ എന്നോട് സംസാരിക്കുന്നു. മോശ എന്നാ ചെയ്തെന്ന് അറിയുമ്പോൾ കുന്നിന്റെ മുകളിലോട്ട് കയറി അടുത്ത 11-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നു, മോശ കൈ ഉയർത്തിയുമ്പോൾ ഇസ്രായേൽ ജയിക്കും, മോശ കൈ താഴ്ത്തുമ്പോൾ അമാലേക്ക് ജയിക്കും. ഇന്ന് രാത്രി എത്ര പേർ കൈ ഉയർത്താൻ തയ്യാറാണ്? കൈ ഉയർത്തുന്നവൻ ജയിക്കാൻ പോകുക. നിങ്ങളായിരിക്കുന്ന നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ കൈ ഉയർത്തുമ്പോൾ നിങ്ങൾ തോൽക്കത്തില്ല, നിങ്ങൾ ജയിക്കാൻ പോകുന്നു. നിങ്ങൾ കൈ ഉയർത്തുമ്പോൾ ഭരണം മാറാൻ പോകുക. ദൈവാത്മാവ് എന്നോട് പറയുന്നു, അനുകൂലമായ സുവിശേഷത്തിന് അനുകൂല ഭരണം കടന്നു വരാൻ പോകുന്നു. ചിലരുടെയൊക്കെ കസാര ധരിക്കാൻ പോകുക. ആമേൻ. ദൈവജനത്തിന് അനുകൂലമായിരിക്കുന്നവർ പുതിയ കസാരകളിലോട്ട് വരാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ചെയ്യാൻ പോകുക എന്ന് പറയുന്ന വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുകയാണ്, ചില സ്തോത്രം ഈ ഭരണത്തിലൊക്കെ ഇരിക്കുന്ന ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ ദൈവം ഞാൻ കാണിക്കുന്നു. ദൈവാത്മാവിനോട് പറയുകയാണ്, പൊളിറ്റിക്കൽ മേഖലയിൽ നിങ്ങൾക്ക് എന്തെല്ലോ ചില കണക്ഷനുകൾ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ കണക്ഷനുകൾ ദൈവാത്മാവിനെ കാണിക്കുന്നു. നിങ്ങൾക്ക് പൊളിറ്റിക്കൽ മേഖലയിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇപ്പോ ആത്മാവ് നിങ്ങളെ പൊളിറ്റിക്കൽ മേഖലയിൽ ദൈവത്തിന്റെ കരത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ പോകുക. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യപ്പെടുക. സ്തോത്രം. ചില മന്ദിരങ്ങളിലെല്ലാം ദൈവം നിങ്ങളെ കണക്ട് ചെയ്യാൻ പോകുക. ദൈവം അങ്ങനെ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. നമുക്ക് വചനത്തോട്ട് മടങ്ങി വരാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ മോശ കൈ ഉയർത്തി. അപ്പോൾ ആളുകളെല്ലാം ചോദിച്ചു, ജോഷുവേ അങ്ങയുടെ ജയത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജോഷു പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്തതുകൊണ്ടല്ല, മറിച്ച് കുന്നിന്റെ മുകളിൽ മറ്റൊരു യുദ്ധം നടക്കുന്നുണ്ട്, അതാണ് ആത്മയുദ്ധം. ജോഷു പറയുകയാണ്, ഞാൻ യുദ്ധം ചെയ്തത് കൊണ്ടല്ല ജയിക്കുന്നത്, പ്രസംഗിക്കുന്നത് കൊണ്ടല്ല ഉണർവ് നടക്കുന്നത്, മറിച്ച് ഞാൻ കാണാത്ത മണ്ഡലത്തിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥനയുടെ യുദ്ധം. ഇന്ന് രാത്രി ദൈവാത്മാ പറയുകയാണ്, നിനക്കൊന്നുമില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ അറിയാമോ? നിനക്ക് സഹായമില്ലെങ്കിലും നിന്റെ സഹായം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് കടന്നു വരും. ടെസ്റ്റിമണി ഞാൻ പറയാം, എൻ്റെ എല്ലാ സഹായങ്ങളും സ്റ്റോപ്പായത് വർഷങ്ങൾക്ക് മുൻപ്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ഞാൻ മുട്ടുമടക്കിയപ്പോൾ എൻ്റെ ഫിനാൻസ് ഓപ്പണായി. ഞാൻ ദൈവത്തോട് യാചിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് രാജ്യങ്ങളുടെ വാതിലുകൾ ഓപ്പണായി മാറി. അപ്പോൾ ഒരു വിശ്വാസിയോട് ഞാൻ പറയും, ജയിക്കാനുള്ള ഒറ്റ രഹസ്യമുള്ളൂ, കൈ ഉയർത്തിപ്പിടിക്കണം. പ്രാർത്ഥനയുടെ കൈ, ഉപവാസത്തിന്റെ കൈ, ആരാധനയുടെ കൈ നീ ഉയർത്താൻ തയ്യാറായാൽ നീ ജയിക്കും നിശ്ചയം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ദൈവാത്മാവ് പറയുന്നത് ഫിനാൻസിൽ ശക്തിപ്പെടാനല്ല, സ്തോത്രം, നിന്റെ ലോകബന്ധങ്ങളിൽ ശക്തിപ്പെടാനല്ല, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ ദൈവം നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. എഫേസ്യർ 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാ. ഇന്ന് രാത്രി ജോഷുവമാരെ, നിങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കോ. പൈശാചിക മണ്ഡലങ്ങളെ തോൽപ്പിപ്പാൻ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യുക. ഫാമിലിയോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ചില സാത്താന്റെ മണ്ഡലങ്ങളെ നിങ്ങൾ ജയിക്കുന്ന സമയം വലിയ പോരാട്ടങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ജയിക്കേണ്ടതിന് ഒരുങ്ങിക്കോ. ഒരു യുദ്ധത്തിന് വേണ്ടി പ്രാർത്ഥനയാലും ചില സ്തോത്രം ചില മേഖലകളിലുള്ള യാത്രകളാലും ഒക്കെ നിങ്ങളെ ദൈവം ചില യുദ്ധങ്ങളിലോട്ട് അയക്കാൻ പോവുക. ദൈവാത്മാവ് എന്നോട് പറയുന്നു, എന്തോ ഒരു 11-ാം മാസത്തിൽ നിങ്ങൾക്ക് എന്തോ ഒരു ദൈവത്തിന്റെ കാര്യം നിങ്ങൾ കാണാം. 11-ാം മാസം, നവംബർ മാസത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവുക. നിങ്ങൾ ചില യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു ഫാമിലിയായി ദൈവാത്മാവിനെ കാണിക്കുന്നു. നിങ്ങളെ കുറിച്ചുള്ള സ്തോത്രം, നിങ്ങളെ കുറിച്ചുള്ള പിശാചിന്റെ പദ്ധതികൾ ജയിക്കത്തില്ല, നിങ്ങൾ പദ്ധതി ഇട്ടിരിക്കുന്നതും നടക്കത്തില്ല. പക്ഷേ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ വാതിലുകൾ തുറക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കയ്യിൽ പുതിയ സ്തോത്രം ചില എഗ്രിമെന്റുകൾ എന്ന പോലെ ദൈവത്തിന്റെ ചില പുതിയ വാതിലുകളൊക്കെ ദൈവാത്മാവിനെ കാണിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഫൈനാൻഷ്യലായിട്ടും ബലപ്പെടുത്താൻ പോകുന്നു.
അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, പൗലോസ് ഇപ്രകാരം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ഭൂമിയിലെ ഏതോ വ്യക്തികളോടല്ല, പിശാചിന്റെ മണ്ഡലങ്ങളോടാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സ്തോത്രം, മോശ ജയിച്ചതുപോലെ, ജോഷുവ ജയിച്ചതുപോലെ നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് ഒരു ഭയങ്കര സക്സസ് വരാൻ പോകുക. ഞാനൊരിക്കൽ ഒരു ചർച്ചിൽ മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു പ്രവാചകൻ വന്നിട്ട് എന്നോട് പ്രവചനം പറഞ്ഞു, നീ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നീ ജയിക്കാൻ പോവാന്ന് പറഞ്ഞു. സ്തോത്രം, ഇത് ഞാൻ പലരോടും പറഞ്ഞെങ്കിൽ ആരും വിശ്വസിച്ചില്ല. പക്ഷെ ഈ പ്രവാചകൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ട് അതുപോലെ ചെയ്യാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ പ്രവാചകൻ പറഞ്ഞ കാര്യം നടന്നു, എനിക്ക് ഞാൻ ഒരു മേഖലയിൽ സക്സസ് ആയി മാറി. അപ്പൊ ആളുകൾ ചോദിക്കുക, പ്രവാചകന്റെ ഫോൺ നമ്പർ തരാമോ എന്ന്. ഞാൻ പറഞ്ഞു, പ്രവാചകൻ ഫോൺ ഇപ്പൊ ഉപയോഗിക്കാറില്ലെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം ജയിക്കുമെന്ന് പറഞ്ഞാൽ നീ ജയിച്ചിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറഞ്ഞ നീ മറക്കണ്ട, അതിന്റെ പിറകെ നീ പൊക്കോ, ദൈവം നിന്നെ ഉയർത്താൻ പോകുക. റോമാലേഖനം 8:37 പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്ന. ചിലര് പറയാണ് ഇച്ചിരി ജയം എന്നല്ല, ബൈബിള് പറഞ്ഞത് പൂർണ്ണമായി നീ ജയിക്കാൻ പോകുക. നിന്റെ കുടുംബത്തെ, നിന്റെ സഭയെ, നിന്റെ ദേശത്തിൽ ദൈവം ജയിപ്പിക്കാൻ പോകുന്നു. എത്ര വിശ്വസിക്കുന്നു? വെറും ചെറിയ ജയമല്ല, പൂർണ്ണ ജയം. എല്ലാ മേഖലയിലും, എല്ലാ ഏരിയാസിലും നീ ജയിക്കാൻ പോകുക. അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. കുറച്ച് കഴിഞ്ഞപ്പോൾ, സ്തോത്രം, നിങ്ങൾക്ക് എന്നെ സംഭവിച്ചെന്നറിയാമോ? മോശയുടെ കൈ തളർന്നു പോയി. അപ്പൊ കൂടെയുള്ളവർ എന്നാ ചെയ്തെന്ന് അറിയുമ്പോൾ ഒരു കല്ലെടുത്ത് കൊണ്ടെന്ന് മോശയുടെ അടുക്കെ വെച്ചു. എന്നിട്ട് എന്നാ ചെയ്തെന്ന് അറിയാമോ? ഒരുവൻ അപ്പുറത്തും ഒരുവൻ ഇപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങിയെന്നാ പറയുന്നത്. ഇന്നെങ്ങാനും മോശയുടെ കൈ തളർന്നാ പറയും, പ്രായമായി, റിസൈൻ ചെയ്ത് വീട്ടിൽ പോകാൻ പറയും, അല്ലെ? റിസൈൻ ചെയ്ത് വീട്ടിൽ പോയി ഞങ്ങളെ പൊക്കാന്ന് പറയും. പക്ഷെ അവരങ്ങനെ പറഞ്ഞില്ല, അവർ ചെന്ന് കൂടെ നിന്ന് കൈ പൊക്കി പിടിച്ചു കൊടുത്തു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, ഒരുമിച്ച് നിന്നാൽ, ഒറ്റക്കെട്ടായി നിന്നാൽ നമ്മൾ ജയിക്കാൻ പോകുന്നു. ഇരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ലൈഫിൽ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ തളർന്നു പോയിരിക്കുന്ന, മോശയുടെ കൈ തളർന്നതുപോലെ തളർന്ന മേഖലകളിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, ദൈവത്തിന്റെ അത്ഭുതം നടക്കാൻ പോകുക. ദൈവാത്മാവിനോട് പറയുന്നു, ഒരു വെളിപ്പാട് കണ്ടുകൊണ്ട് പറയുകയാണ്, ഈ കപ്പലുകളൊക്കെ കടലിന്റെ അകത്ത് പോകുമ്പോൾ വലിയ കാറ്റ് വരത്തില്ലേ, അതുപോലെ നിങ്ങൾ കാറ്റിന്റെയും കോളിന്റെയും വെല്ലുവിളി കൊണ്ട് ഭാരപ്പെടേണ്ട, ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂടെ ചലിക്കാൻ പോകുന്നു. നിങ്ങൾ തോറ്റു എന്ന് തോന്നുന്ന ഇടങ്ങളിൽ നിങ്ങളെ ജയിപ്പിക്കുന്ന ദൈവകരം വെളിപ്പെടും. നിങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി പുതിയ ഫണ്ട് വരുന്നത് പോലെ ദൈവം ഒരു സപ്പോർട്ടേഴ്സിനെ എടുക്കാൻ പോകുക, പുതിയ സപ്പോർട്ടേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ, സ്തോത്രം, മിനിസ്ട്രി മാത്രമല്ല, ഭൗതിക മേഖലകളിലും ചില വ്യക്തികളെ ദൈവം പുതിയ ജോലിയിലോട്ട് കയറ്റാൻ പോകുക. ദൈവന്മാരോട് പറഞ്ഞ ചെയിനായിട്ട് ചില പ്രയർ തുടങ്ങുന്നത് പോലെ, ചെയിൻ പ്രയർ എന്ന പോലെ ഒക്കെ ദൈവന്മാരെ കാണിക്കുക. നിങ്ങളുടെ മിനിസ്ട്രി ദൈവം വ്യാപിപ്പിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ യുദ്ധമൊക്കെ ചെയ്തു, ജോഷുവ യുദ്ധം ജയിച്ചു. പുറപ്പാട് പുസ്തകം 17:14 പറയുന്നു, യഹോവ മോശയോട് പറയുകയാണ്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതിയിട്ട് ജോഷുവെ കേൾപ്പിക്കണമെന്ന് പറഞ്ഞു. ഇത് പറയുകയാണ്, ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്നും അശേഷം മായ്ച്ചു കളയും. എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾക്കെതിരെ വെല്ലുവിളികളെല്ലാം ദൈവം മായ്ക്കാൻ പോകുക. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങൾക്കെതിരെ നിൽക്കുന്ന അമാലേക്കരെ ദൈവം മായ്ച്ചു കളയാൻ പോകുക, പൂർണ്ണമായിട്ട് മായ്ച്ചു കളയാൻ പോകുന്നു. നിങ്ങളുടെ കടഭാരങ്ങൾ പൂർണ്ണമായിട്ട് മായ്ച്ചു കളയാൻ പോകുക. നിങ്ങളുടെ രോഗങ്ങൾ പൂർണ്ണമായി സൗഖ്യമാക്കാൻ പോകുക. നിങ്ങളുടെ ഫാമിലി പ്രോബ്ലംസ് പൂർണ്ണമായിട്ട് ദൈവം മായ്ച്ചു കളയാൻ പോകുന്നു. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേർ വിളിച്ചു. ഇന്ന് രാത്രി യഹോവ നിസി, നിങ്ങൾക്ക് ദൈവം തന്റെ ജയത്തിന്റെ കൊടി ഉയർത്താൻ പോകുക. ദൈവാത്മാ പറഞ്ഞു, നിങ്ങൾ ഓരോ വ്യക്തികൾ, ഇവിടെ കടന്നു വന്ന 100 അധികം ആളുകൾ ഒരുമിച്ച് ചേർന്ന് യഹോവ നിസിയെ, ജയത്തിന്റെ കൊടിയെ കാണാൻ പോകുന്നു. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന ഓരോരുത്തരും ഈ ദൂതേറ്റെടുത്തോടും കേട്ടോ, അമാലേക്യർ നിന്റെ മുന്നിൽ നിൽക്കത്തില്ല, നീ അമാലേക്യരെ ജയിച്ചു കയറാൻ പോകുന്നു. ഞാൻ പ്രാർത്ഥിച്ച്, സ്തോത്രം, എന്റെ മെസ്സേജ് ക്ലോസ് ചെയ്യാൻ പോകുക. രോഗികളായിട്ട് വന്നവരുണ്ടെങ്കിൽ അവർ രോഗമുള്ള ഭാഗത്ത് കൈവച്ചോ, നിങ്ങൾ യേശു സൗഖ്യമാക്കും. അമാലേക്യരെ ദൈവം മാറ്റാൻ പോകുക. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില രോഗികൾ സൗഖ്യമാകട്ടെ.
ദൈവമേ, ഞങ്ങൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അമാലേക്യർ തോറ്റതുപോലെ ദൈവം അത് ചെയ്യാൻ പോകുകയാണ്. നന്ദി. യേശുവിന്റെ നാമത്തിൽ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ.